ഹായ്, ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് വേണ്ടത്. ഹൈ പ്രോട്ടീനും ഹൈ ഫൈബറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഇടയ്ക്കൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂർ ഇത് നല്ല പോലെ ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ സോയ ചങ്ക്സ് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ വെള്ളമൊക്കെ കളയണം. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നല്ല പോലെ കൈ ഉപയോഗിച്ച് പിഴിയുക. കാരണം നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. നല്ല പോലെ ഇതേപോലെ പിഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ കുഞ്ഞു തരികളായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളകും എടുക്കുക. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള ഇതേപോലെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇനി ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂണോളം മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതില്ലെങ്കിൽ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മൈദ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ആയാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒത്തിരി തോന്നുവാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ. നമുക്കിപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ശരിക്കും ഇത്ര പോലെ എണ്ണ വേണ്ട കേട്ടോ. നമ്മളിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും കൂടെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സൈഡ് നല്ല പോലെ മുരിയാണ്ട് ഒരിക്കലും മറിച്ചിടരുത്. അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രം മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ സോയ ചങ്ക്സ് ഉള്ള ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും കട്ട്ലറ്റൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല രുചിയുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.